ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിൽ ഇതുപോലെ ഒരുപാട് കക്കശല്ലുണ്ട്. അപ്പോൾ കക്കശല്ല് വെച്ച് നമ്മളിന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഒരുപാട് കക്കശല്ലുണ്ട്, ഇതിങ്ങനെ വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കക്കശല്ല് വെച്ച് ഇന്ന് ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ചെടിച്ചട്ടി വെക്കാനുള്ള സ്പേസാണ്. അപ്പോൾ ഇതാ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മളെ പഴയ തൊട്ടി, കിണറിൽ നിന്ന് വെള്ളം കോരുന്ന പഴയ തൊട്ടിയാണ് കേട്ടോ കാതൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. ഇതൊരു പഴയ തൊട്ടിയാണ്, നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനതിൻ്റെ സൈഡിലൊക്കെ ഈ കക്കശല്ല് ഫസ്റ്റ് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കുക, ഇപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇത് നനവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നനവാണെങ്കിൽ അത് നമ്മൾ ഗ്ലൂ ഗണ്ണിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നിങ്ങളെ. അപ്പോൾ അതിൻ്റെ തൊട്ടീൻ്റെ പുറത്ത് ഫുള്ളായിട്ട് ഇതുപോലെ കക്കശല്ല് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ല നിറമുള്ള കക്കശല്ലായതുകൊണ്ട് നല്ല അട്രാക്ഷൻ ഉണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു എൻഡിൽ വരുന്ന ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കൂടെ തൻഷി ബേബി കൂടി ഉണ്ട്, അവൻ അവിടെ ഇരുത്തിയിട്ട് കളിക്കുമെന്ന്, ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ വേണ്ടി വിടത്തില്ല കേട്ടോ. കണ്ടില്ലേ, ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത് എന്നുള്ളത്. സമയം എന്താ പറയുക, ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ നടക്കാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കിട്ടുന്ന സമയം ഇതിനൊക്കെ ആയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബേബി ഉണ്ട്, ബേബിയുടെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഉണ്ടാകും, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്ന സമയം മാത്രമേ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പോകാറുള്ളൂ. ഇതിപ്പം വീഡിയോ എടുക്കാനും നമുക്ക് കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് കഴിയില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഒരു സമയത്താണെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ മകൻ ഉറങ്ങിയതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തത് ഇതിന് ഓരോ ഹോൾട്ട് കൊടുക്കാമെന്ന്. ഇനി നമ്മളെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കുക. ആ സ്റ്റാൻഡിൻ്റെ മേലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ നല്ലൊരു ചെടി ഉണ്ട് ഇവിടെ, അത് ഇതിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി പോകാണ്ട് ചെടിച്ചട്ടിയിലേക്ക്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക തൊട്ടി, ആവശ്യം കഴിഞ്ഞ തൊട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല അട്രാക്ഷൻ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആർക്കും വേണ്ടാതെ ഇടന്നിരുന്ന ചെടിച്ചട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കക്കശല്ലും വെച്ച് ഇന്നത്തെ ഒരു ചെടിച്ചട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വന്ന, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.